കടലിൻ നാവുകൾ തിരകൾ നിന്നവദാനം പാടുന്നു. ചരിത്രപുരുഷ വീണ്ടും വരുമോ നിലച്ച ജീവിത സന്ധികളിൽ? വന്ദേ മുകുന്ദം. മുകുന്ദേട്ടൻ ഒരു നേതാവായിരുന്നു. പി മുകുന്ദന്റെ ജീവിതം എല്ലാ സംഘടനാ പ്രവർത്തകർക്കും വലിയ പാഠപുസ്തകമായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ സംഘാദർശങ്ങളിൽ ആകൃഷ്ടനായി സാമൂഹിക സേവനം ജീവിതചര്യയായി ഏറ്റെടുത്ത മികവുറ്റ സംഘാടകനായിരുന്നു പി മുകുന്ദൻ. ഞാൻ എൻ്റെ വീട് 20ാമത്തെ വയസ്സിൽ വിട്ടത് ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നില്ല, ഒരു കോസിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ചെയ്യാനുള്ളതായിട്ടുള്ളൊരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ശൈലി, ഭാഷ, സമീപനം എന്നിവ അനുകരണീയവും മാതൃകാപരവുമായിരുന്നു. സ്വതസിദ്ധമായ ശൈലിയിലൂടെ മനുഷ്യ മനസ്സുകളെ എങ്ങനെ താൻ വിശ്വസിക്കുന്ന ആശയത്തിലേക്കും ആദർശത്തിലേക്കും ആകർഷിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച വ്യക്തിത്വമായിരുന്നു മുകുന്ദേട്ടൻ്റേത്. ഏത് കാര്യവും നടക്കുന്നത് ഒറ്റ വിശ്വാസത്തിലാണ്, ആത്മവിശ്വാസം. കർമ്മരംഗത്തെ ബാക്കി പത്രമായി ധന്യമായ ഓർമ്മകൾ സമൂഹത്തിന് സംഭാവന ചെയ്യുമ്പോഴാണ് പൊതുപ്രവർത്തകന്റെ ജീവിതം ധന്യമായി എന്ന് പറയാനാവൂ. ഇത്തരത്തിൽ ജീവിതം ധന്യമാക്കിയ വ്യക്തിയായിരുന്നു പി മുകുന്ദൻ എന്ന മാർഗദർശി. ആശയത്തിന്റെ കൈത്തിരി വെളിച്ചത്തിൽ സംഘാടക മികവ് പുലർത്തിയ വ്യക്തി. സംഘാടക മികവിൽ അപൂർവം ആളുകളിൽ മുൻപന്തിയിൽ ഒരാളായിരുന്നു മുകുന്ദൻ. പ്രസ്ഥാനത്തിനു വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അസാമാന്യ കഴിവുണ്ടായിരുന്നു. സംഘർഷമല്ല, സമന്വയമാണ് സമൂഹത്തിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ നേതാവ് കൂടിയായിരുന്നു മുകുന്ദേട്ടൻ. ഭാര്യയോ കുട്ടികളോ ഇല്ല, സ്വന്തമായിട്ട് ഒരു ജോഡി ഡ്രസ്സ് പോലും ഇല്ല, വീടില്ല. അങ്ങനെ ഒരാളാണ് പി മുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും? അടുത്തറിയുന്നവരുണ്ടാവും. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലടക്കം ജനാധിപത്യം സംരക്ഷിക്കാൻ പി മുകുന്ദനെ പോലുള്ള നേതാക്കൾ നടത്തിയ പോരാട്ടങ്ങൾ, ത്യാഗങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധ്യമല്ല. ജീവിതാവസാനം വരെ താൻ വിശ്വസിച്ച ആദർശത്തെ കൈവിടാതെ മുന്നോട്ടുപോയ നേതാവായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചിന്തിച്ചില്ല. ജാതി, മതം, വർണ്ണം. അതാണ് നാരായണസ്വാമി പറഞ്ഞത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. സമാജത്തിനു വേണ്ടി സമർപ്പിത ജീവിതം നയിച്ച അദ്ദേഹത്തിന് കേരളീയ സമൂഹം ചാർത്തിക്കൊടുത്ത പേരായിരുന്നു മുകുന്ദേട്ടൻ എന്ന ആ വിളിപ്പേര്. ആജ്ഞാശക്തിയും മേധാശക്തിയുമുള്ള വ്യക്തിത്വം. ഇതര രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കളുമായി പോലും മികച്ച വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ചു. വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ പ്രായോഗിക രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തി കൂടിയായിരുന്നു മുകുന്ദേട്ടൻ. മറ്റേതൊരു ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കളുമായി പോലും മികച്ച വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു പി മുകുന്ദൻ. എന്നാൽ ഒരു കാലത്തും തന്റെ ആദർശത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ തയ്യാറായിരുന്നില്ല മുകുന്ദേട്ടൻ. ചില കാര്യങ്ങൾ അതിന് പഥ്യങ്ങൾ ആവശ്യമാണ്. രഹസ്യമായതുകൊണ്ടല്ല, പഥ്യത്തിൻ്റെ ആ പഥ്യം പാലിക്കേണ്ടത് ഓരോ പ്രവർത്തകൻ്റെ ആവശ്യമാണ്. സമാജത്തിന് എന്തും സമർപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച സമർപ്പിത ജീവിതത്തിനുടമയായിരുന്നു പി മുകുന്ദേട്ടനെന്ന് നമുക്ക് ഓർമ്മിക്കാം. പുതിയ തലമുറയ്ക്ക് ഒരു സാധനാ പാഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അത് ചരിത്രമാവുക തന്നെ ചെയ്യും. സംഘാദർശത്തിൽ അടിയുറച്ചു നിന്ന് ജീവിതാന്ത്യം വരെ സമൂഹത്തിനു വേണ്ടി മഹത്തായ കർമ്മങ്ങൾ ചെയ്ത ഉത്കൃഷ്ട വ്യക്തിത്വത്തിനുടമയായിരുന്നു മുകുന്ദേട്ടൻ. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിതം മുഴുവൻ സമാജ സേവനത്തിന് നീക്കിവെച്ച പി മുകുന്ദേട്ടന്റെ ജീവിതം പൊതുസമൂഹത്തിനാകമാനവും നമുക്കും മാതൃകയാക്കാം. താൻ വിശ്വസിച്ച രാഷ്ട്രീയ ആദർശത്തിൽ അടിയുറച്ചു നിന്നപ്പോഴും
താനടക്കമുള്ള സംഘപരിവാർ ഇതര രാഷ്ട്രീയ പ്രവർത്തകരുമായി ആത്മബന്ധം സൂക്ഷിച്ച വ്യക്തിയായിരുന്നു മുകുന്ദേട്ടൻ. പോലീസ് സേനയിൽ ലഭിക്കുമായിരുന്ന ജോലി വേണ്ടെന്ന് വെച്ചാണ് പ്രചാരക ജീവിതം തിരഞ്ഞെടുത്ത് അദ്ദേഹം വീട് വിട്ടിറങ്ങിയത്. അന്നത്തെ കേരളത്തിലെ സംഘത്തിന്റെ മഹാരഥന്മാരായ ഭാസ്കർ റാവുജി, ആർ ഹരിയേട്ടൻ, ടി വി അനന്തേട്ടൻ തുടങ്ങിയവരുടെ അനുഗ്രഹാശിസ്സുകളോടെ ചെങ്ങന്നൂരിലാണ് അദ്ദേഹം പ്രചാരക ജീവിതം തുടങ്ങിയത്. പിന്നീട് തന്റെ അസാമാന്യമായ നേതൃശേഷിയിലൂടെയും അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനത്തിലൂടെയും സംഘത്തിന്റെ പ്രാന്തീയ സമ്പർക്ക പ്രമുഖ്, BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി, ജന്മഭൂമി മാനേജിംഗ് ഡയറക്ടർ, BJP ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി എന്നീ സംഘടനാപരമായ ഉന്നത പദവികളിലേക്ക് അദ്ദേഹം ഉയർന്നു. അതിനിടയിൽ ആർക്കും അസൂയയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമ്പർക്ക വലയം കേരളത്തിലുടനീളം ഉണ്ടാക്കിയെടുത്തിരുന്നു. സുദൃഢമായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കാനും സ്ഥായിയായി അവ ഉറപ്പിച്ചു നിർത്താനും ഒരു മാസ്മരികമായ കഴിവ് മുകുന്ദേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഒരു സംഘപ്രചാരകന്റെ പരിമിതികൾ മറികടന്ന് സിനിമാ മേഖലയിലും വ്യവസായ മേഖലയിലും മറ്റ് സാംസ്കാരിക മേഖലകളിലും ഉന്നത ഉദ്യോഗസ്ഥ മേഖലകളിലുമൊക്കെ ദൃഢമായ ബന്ധങ്ങൾ ഉറപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സംഘടനയിൽ അതിശക്തനായ മുകുന്ദേട്ടന് സ്വന്തമായൊരു വീട് പോലുമില്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് എനിക്ക് കയറിച്ചെല്ലാൻ കാസർഗോഡ് മുതൽ പാറശാല വരെ പ്രവർത്തകരുടെ വീടുകളുണ്ട്, അതെല്ലാം സ്വന്തം വീട് പോലെയാണ് എന്ന ഹൃദയസ്പർശിയായ മറുപടിയിലൂടെ സംഘപ്രവർത്തകരുടെ ആത്മബന്ധത്തിന്റെ മഹത്തായൊരു സന്ദേശം കൂടിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ സാധിച്ചത്. ശകാരങ്ങളും ശാസനകളും അനുഭവിക്കാത്തവർ കുറവായിരുന്നു. പുതിയ തലമുറയ്ക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുറപ്പില്ല. പക്ഷേ അക്കാലത്ത് ആ ശിക്ഷണം കിട്ടിയവരാരും അദ്ദേഹത്തോട് പിണങ്ങിയില്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യകർത്താക്കളോട് അദ്ദേഹം പുലർത്തിയ ആത്മബന്ധത്തിന്റെ ഫലമായി തിരിച്ചങ്ങോട്ട് ആരാധനയോടുകൂടിയ തീവ്രമായ ഇഷ്ടം രൂപപ്പെട്ടുവരുന്ന അനുഭവമാണ് അടുത്തു പരിചയപ്പെട്ട ഭൂരിഭാഗം കാര്യകർത്താക്കളുടെയും അനുഭവം. കാര്യകർത്താക്കളെ സൃഷ്ടിക്കുന്നതിലും വളർത്തുന്നതിലും അസാമാന്യമായ കഴിവാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. അതിനായി ഓരോ അവസരവും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. ജീവിച്ച വർഷത്തിന്റെ നീളമല്ല, വർഷിച്ച കർമ്മങ്ങളും നന്മകളുമാണ് ഒരാളുടെ ജീവിതത്തിന്റെ മഹത്വം നിർണയിക്കുന്നത്. ആ അർത്ഥത്തിൽ PP മുകുന്ദൻ ഒരു മഹാത്മാവാണെന്ന് നിസ്സംശയം പറയാം. ചേതനയറ്റ മുകുന്ദേട്ടന്റെ ഭൗതികദേഹം ജന്മദേശമായ കണ്ണൂരിലെ മണത്തനയിലെ കുളങ്ങരയത്ത് തറവാട് ശ്മശാനത്തിൽ ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ചന്നം പിന്നം ചാറുന്ന മഴയെ സാക്ഷിയാക്കി 5 മണിയോടെ കുങ്കുമനിറമുള്ള അഗ്നിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നോക്കി നിന്ന 1000 കണ്ണുകളിൽ നിന്ന് മുതിർന്നു വീണ് കണ്ണുനീർത്തുള്ളികളെ സാക്ഷിയാക്കി നമുക്കും പ്രതിജ്ഞയെടുക്കാം. എന്തായിരുന്നു മുകുന്ദേട്ടൻ? മുകുന്ദേട്ടൻ കണ്ട സ്വപ്നമെന്തായിരുന്നു? ഈ ഭൂമിയിൽ അത് സാഫല്യമാക്കാൻ ഞാനുണ്ടാകും, ഞങ്ങളുണ്ടാകും. വന്ദേ മുകുന്ദം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയുമായ PP മുകുന്ദേട്ടന് കേരളത്തിന്റെ സ്മരണാഞ്ജലി.